പശ്ചിമബംഗാൾ നാളെ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. ഒന്നാം ഘട്ടത്തിലേതുപോലെ തന്നെ റെക്കോർഡ് പോളിംഗ് ആണ് നാളെയും പ്രതീക്ഷിക്കുന്നത്. 142 മണ്ഡലങ്ങളാണ് അവസാന ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. സംഘർഷങ്ങൾ കണക്കിലെടുത്ത് അതീവ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ബംഗാളിൽ നിന്നും നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. ഒന്നാം ഘട്ടത്തിൽ 90% പോളിംഗ് നടക്കുക എന്നുള്ളത് ഒരു അസ്വാഭാവികതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതല്ല, SIR-ന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ മുഴുവൻ വോട്ടും പോൾ ചെയ്യപ്പെട്ടതാണ് എന്ന വിലയിരുത്തലുമുണ്ടല്ലോ. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പലയിടത്തുനിന്നായി അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. നോബിൾ, ഇന്നത്തെ ഒരു ദിവസം നമുക്ക് എങ്ങനെയാണ്? സ്മൃതി, വെരി ഗുഡ് മോർണിംഗ്. പശ്ചിമ ബംഗാളിൽ ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണ ദിവസമാണ്. നാളെയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അടക്കുക. വലിയ ആവേശം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചാരണത്തിൽ നമ്മൾ കണ്ടതാണ്. അവസാന മണിക്കൂറുകളൊക്കെ വലിയ ആവേശം ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റെക്കോർഡ് പോളിംഗ് ശതമാനം രണ്ടാം ഘട്ടത്തിൽ രേഖപ്പെടുത്തുമോ എന്നാണ്. കാരണം ആദ്യഘട്ടത്തിൽ 92.9% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും അതേ റെക്കോർഡ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുമോ എന്ന് വലിയ ആകാംക്ഷയാണ്. കാരണം അത്രയധികം കാളടച്ചുള്ള പ്രചരണമാണ് എന്താണെങ്കിലും പശ്ചിമ ബംഗാൾ നടന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് രവീന്ദ്ര സരോവർ എന്ന് പറയുന്ന ഒരു സഫാരി പാർക്കിന് മുന്നിലാണ്. ഒരുപാട് ആളുകൾക്ക് രാവിലെ നടക്കാനൊക്കെ വരുന്നുണ്ട് ഇവിടെ. നമുക്ക് ചോദിച്ചു നോക്കാം, इस बार चुनाव कैसा है? ठीक है एकदम। कौन जीतेगा बता सकता है? नहीं, अब 50-50 चांस है। ममता जी कैसा था? ठीक है वेस्ट बंगाल के लिए ठीक है। बीजेपी बोलता है कुछ नहीं कर दिया, फुल करप्शन है। नहीं वो भी ठीक है अपनी जगह में, वो भी ठीक है, बीजेपी भी ठीक है, ममता दीदी भी ठीक है। सर, इस बार चुनाव कैसा है? चुनाव तो बहुत कॉम्प्लिकेटेड है, पार्टी की टक्कर तो है, ऐसा महसूस तो हो रहा है। देखते हैं आगे क्या होता है। हाँ, बहुत अभी तो इतना कॉम्प्लिकेशंस है और हम लोग भी बहुत इंटरेस्टेड हैं कि क्या उसका अभी रिजल्ट होगा नहीं होगा. तभी लोग बस वेट ही कर रहे हैं. वेट एंड रिजर्वेशन से मेन मुद्दा था इधर. मुद्दा दायरा तो अभी अब किसी एक मुद्दे पे चर्चा नहीं की जा सकती है. मुद्दे तो कई हैं और करीब हर आदमी जानता है मुद्दे क्या हैं, लेकिन खुल के कोई भी बोलना नहीं चाह रहा है. തുറന്നു പറയുന്നില്ല എന്നാണ് നോബിൾ ചോദിക്കുന്നവർ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചു, നോബിൾ ആളുകളുടെ പ്രതികരണം തേടുമ്പോൾ ആരും ഒന്നും വിട്ടു പറയുന്നില്ല. 50-50 ചാൻസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഞാനിതാ തൃണമൂൽ കോൺഗ്രസിന്റെ ആളാണ്, ഞാനിതാ BJP-യുടെ ആളാണെന്ന് ആരും പറയുന്നില്ല. ഒന്നും വിട്ടു പറയാതെയുള്ള പ്രതികരണങ്ങളാണോ എല്ലാവരും നടത്തുന്നത് നോബിൾ? തീർച്ചയായും സ്മൃതി, അങ്ങനെ ആരും ഒന്നും വിട്ടു പറയുന്നില്ല. കാരണം എന്താണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലം എന്ത് പ്രവചനാതീതമാണ്. सर, इस बार इलेक्शन कैसा है? अच्छा है भैया, बीजेपी यस एकदम। क्यों? बदलाव चाहिए लोगों को. हाँ जी, बदलाव चाहिए. മാറ്റം ആവശ്യമാണ്. BJP വിജയിക്കും. നമ്മൾ ഇത്രയും ദിവസം ചോദിച്ചതിൽ ഒരുപക്ഷെ ആദ്യമായിരിക്കും ഒരാൾ BJP വിജയിക്കുമെന്നൊരു പറയുന്നത്. അതാണെങ്കിൽ അത്തരത്തിൽ ആളുകൾ അങ്ങനെ മനസ്സിൽ പലരും തീർച്ചയായും വളരെ വ്യത്യസ്തമായ പ്രതികരണമാണ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ആളുകളൊക്കെ നടത്തുക കഴിഞ്ഞ് പച്ചക്കറിയൊക്കെ മേടിക്കുന്നുണ്ട്. അത്തരത്തിൽ ബംഗാളിൻ്റെ തെരുവുകളൊക്കെ ഇന്ന് സജീവമാണ്. നിശബ്ദ പ്രചരണമാണെങ്കിൽ പോലും ആളുകളൊക്കെ എത്തിക്കൊണ്ട് ഈ പറഞ്ഞ പാർട്ടികൾ വീടൊക്കെ കയറി അവർ അവസാന നിമിഷവും വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതേസമയം ഇതുപോലെ പൊതുജനങ്ങൾ രാവിലെ നടത്തുകയും അതോടൊപ്പം കച്ചവടമൊക്കെ ആയിട്ട് സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്. പച്ചക്കറി കച്ചവടമൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ആണെങ്കിലും വലിയ ആവേശം കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ പശ്ചിമ ബംഗാൾ നമ്മൾ കണ്ടതാണ്. ഞാൻ സൂചിപ്പിച്ചത് പച്ചക്കറിക്കാരനുണ്ട്. ഒന്ന് ചീരയുടെ വിലയൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ നോബിൾ. कैसा है भाई मॉर्निंग में? हैं? हिंदी बोलिए बाबू, क्या बोल? कैसा है रेट, कैसा है सबका? हाँ, सबका रेट कैसा है? ये बोलिए अलग अलग दाम में कौन सा लेगा बोलिए. खीरा है 50 रुपया, भिंडी 50, बेगुन 50, तोरू 50, परवल 50. എല്ലാം ഒരു 50 രൂപയുടെ കളിയാണ്. ഇതാണെങ്കിലും രാവിലെ ആളുകളൊക്കെ വന്ന് ഇങ്ങനെ നടത്തം കഴിഞ്ഞ് പച്ചക്കറിയൊക്കെ മേടിച്ച് പോകുന്നുണ്ട്. എന്നാണെങ്കിലും വലിയ ആവേശം നമുക്ക് പശ്ചിമ ബംഗാളിൽ കാണാൻ കഴിഞ്ഞാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും വലിയ ആവേശമുണ്ട്. പക്ഷേ പലയിടത്തും ആവേശം അതിരുവിട്ട് സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് 24 പർഗനാസ് ഒക്കെ പോലുള്ള ഇടങ്ങളിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം BJP-യും തമ്മിൽ, തൃണമൂൽ കോൺഗ്രസും തമ്മിലൊക്കെ ഏറ്റുമുട്ടലുണ്ടായിട്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്.